അമ്മ ആ ചെറുക്കൻ വീട്ടുകാരോടൊന്ന് പറയണം. പെട്ടെന്നുണ്ടായ ദേഷ്യത്തിൽ പറഞ്ഞു പോയതാണ്, അവളൊരു പാവമാണ്. എന്റെ പട്ടി പറയും. അമ്മ ഒരു വാക്ക് പറഞ്ഞാൽ ഈ കല്യാണം നടക്കും. നിശ്ചയിച്ച മുഹൂർത്തത്തിൽ വിവാഹം നടക്കാതിരുന്നാൽ അവളുടെ സ്ഥിതി എന്താകുമെന്ന് ഞാൻ പറയണ്ടല്ലോ. മാത്രമല്ല 2 കല്യാണങ്ങളും ഒരേ മണ്ഡപത്തിൽ ഒരുമിച്ച് നടത്താൻ തീരുമാനിച്ചിട്ട് ഒരുമിച്ച് ചെന്നില്ലെങ്കിൽ എന്താ, മണ്ഡപത്തിൽ കേട്ടില്ലേ? കേറ്റായികയൊന്നുമില്ല. എന്നാലും അമ്മുക്കുട്ടിയുടെ കല്യാണം മുടങ്ങുകയും മാധവൻകുട്ടിയുടെ കല്യാണം നടക്കുകയും ചെയ്യാന്ന് പറയുമ്പോ ഒരു ആങ്ങളെ എന്ന നിലയ്ക്ക് ഇവന്റെ മനസ്സ് അതിനെ അനുവദിക്കുമോ എന്നുള്ളതാണ് ഒരു പ്രശ്നമായിട്ട്. ഇവന്റെ മനസ്സ് തീരുമാനിക്കുന്നത് നീയാണോ? ഒരു ഫ്രണ്ട് എന്ന നിലയ്ക്ക് അവന്റെ ഫീലിംഗ്സ് മനസ്സിലാക്കിയതുകൊണ്ട് പറഞ്ഞതാ. ഈ കാര്യത്തിൽ ആർക്കും ഒരു ഫീലിംഗ്സും വേണ്ട. അമ്മേ, ഞാൻ പറയുന്നത് ഒന്നും പറയേണ്ടെന്ന് പറഞ്ഞില്ലേ? ദേ, മേലാൽ ഈ കാര്യം പറഞ്ഞോണ്ട് എന്റെ അടുത്തേക്ക് വന്നേക്കരുത്. പറഞ്ഞേക്കാം. എന്തൊരു ഇരിപ്പാത്. ഇയാളറിയോ? കാവുംപുറക്കലെ നാരായണന്റെ മോനാ രമേശൻ. രമേശൻ വന്നത് ഒരു സന്തോഷ വാർത്ത പറയാനാ. നമ്മൾ അമ്മുക്കുട്ടിനെ കെട്ടാൻ രമേശൻ ഒരു മോഹമുണ്ട്. ഇത് എന്റെയും കൂടി ഒരു വാശിയാ. മാധവൻകുട്ടിയുടെ മുമ്പിൽ നിങ്ങൾ തോക്കരുത്. അതിനുവേണ്ടി എന്തും ചെയ്യാൻ ഞാൻ തയ്യാറാണ്. ഇത് നമ്മളെ നസീബാന്ന് കൂട്ടിക്കോളി. നിശ്ചയിച്ച സമയത്ത് തന്നെ കല്യാണം നടത്തി അവരുടെ 10 ഒന്ന് ഒതുക്കണം. രമേശിന്റെ വീട്ടുകാര് അക്കാര്യം എനിക്ക് വിട്ടേര്. എന്റെ വീട്ടുകാരല്ല, ഞാൻ അമ്മുവിന്റെ കഴുത്തിൽ താലി കെട്ടാൻ പോണം. വാക്ക്. ഇനി ഒന്നും ആലോചിക്കണ്ട. വേഗം ചെന്ന് മാഷോട് പറഞ്ഞ് വേണ്ട കാര്യം ഞാൻ ചോർപ്പിച്ചോളി. ഇക്കിങ്ങോട്ട് വാ. ആയിക്കോട്ടെ, നമ്മളെപ്പോഴും റെഡിയല്ലേ? വാ. നീ എന്തേ കാണിക്കാൻ പോണത്? എന്റെ കരണത്തടിച്ച അവളെ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത്? ആരോടെ വെച്ചിട്ടാണ് നീ പഠിക്കാതെ കയറിയത്? വല്യേട്ടനൊന്ന് കാണാൻ. വല്യേട്ടനോ? ഏത് വല്യേട്ടൻ? പുറത്ത് എന്താ? ഒരുത്തി വല്യേട്ടനെ കാണാൻ വന്നിരിക്കുന്നു. വല്ല കൂടോത്രം കുടിച്ചിടാൻ പറഞ്ഞു വിട്ടോ മറ്റോ ആയിരിക്കും. ആരാടി നിന്നെ പറഞ്ഞു വിട്ടത്? ആരും പറഞ്ഞു വിട്ടതല്ല. പിന്നെ ഞാനൊരു കാര്യം പറയാൻ വന്നതാ. ഇവിടെ ആർക്കും നിന്റെ ഒരു കാര്യവും കേൾക്കണ്ട. വള്ളക്കണ്ണീരും കൊണ്ട് വന്നിരിക്കുന്നു. പിടിച്ച് പുറത്തല്ലണ അവളെ. പുറത്തിറങ്ങടി. ഒരക്ഷരം വേണ്ടി പോരുത്. അടിയോ ഇറങ്ങി പോവാനല്ലേ പറഞ്ഞു? എന്താ മോളെ കാര്യം? വലിയേട്ടൻ വെറുതെ ദേഷ്യം കാണിച്ചാ? ഇല്ലെങ്കിൽ നിന്നോട് സംസാരിക്കാൻ അമ്മ സമ്മതിക്കില്ല. നീ എന്ത് പറയാനാ വന്നത്? കരയല്ലേ? നീ കാര്യം എന്താന്ന് വെച്ചാ പറ. അവിടെ എല്ലാരും കൂടെ എന്നെ കുരുതി കൊടുക്കാൻ പോവാ. നീ എന്തായി പറയുന്നത്? നിശ്ചയിച്ച മുഹൂർത്തത്തിൽ തന്നെ കല്യാണം നടത്തണമെന്നുള്ള വാശിയാ അമ്മയ്ക്കും കൊച്ചേട്ടനും. ആ രമേശൻ എന്നെ പിടിച്ചു കൊടുക്കാൻ പോവാ. ഏത് രമേശൻ? അന്ന് വല്യേട്ടൻ അടിച്ചില്ലേ ഒരു? എനിക്ക് ഇഷ്ടമല്ല അവനെ. എന്നോടുള്ള പക തീർക്കാൻ വേണ്ടിയാ ആ ദുഷ്ടൻ. ഇപ്പോ നീ അച്ഛനോട് പറഞ്ഞില്ലേ? അച്ഛനും അവരുടെ കൂടെയാ. നീ ധൈര്യമായിട്ടിരിക്കും. വലിയേട്ടൻ ജീവിച്ചിരിക്കുമ്പോ നിനക്ക് ഇഷ്ടമില്ലാത്ത ഒരുത്തനും നിന്റെ കഴുത്തിൽ താലി കെട്ടില്ല. അവളെ അടിക്കരുത്. എന്റെ പെങ്ങളെ ഞാൻ തല്ലും, വേണ്ടി വന്ന കൊല്ലും. അത് പറയാൻ നീ ആരാ? ഞാൻ പറയുന്നൊന്ന് കേൾക്കൊന്നും പറയണ്ട. അമ്മയ്ക്ക് മോനിപ്പോ തൃപ്തിയായില്ലേ? പക്ഷേ ഇവള് മുടക്കാച്ചരക്കായി വീട്ടിൽ ഇരിക്കുമെന്ന് നിങ്ങൾ കരുതണ്ട. നിശ്ചയിച്ച മുഹൂർത്തത്തിൽ തന്നെ ഇവിടെ കല്യാണം നടത്തും. അവൾക്ക് ഇഷ്ടമില്ലാത്ത കല്യാണം നടത്താൻ ഞാൻ സമ്മതിക്കില്ല. ഇവൾക്ക് ഇഷ്ടമാണോ ഇല്ലയോ എന്ന് ഞങ്ങൾ തീരുമാനിച്ചോളാം. വഴി കല്യാണം കഴിയുന്നവരോട് പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ കൊന്നു കുഴിക്കും. ഇതിലും ഭേദം അതാ. ഉന്നേരം കൊടുത്ത് ചോദിച്ചു നോക്ക്. കല്യാണം മുടക്കാളൂ വക്കാലത്തിന് പോയിക്കുന്ന ആ തെണ്ടിയുടെ അടുത്ത്. നേരാണോടി? അതെ, നിങ്ങൾക്കൊക്കെ നിങ്ങളുടെ വാശിയ വലുത്. എന്റെ ഇഷ്ടമൊന്നും ഇവിടെ ആർക്കൊരു പ്രശ്നമല്ലല്ലോ. രമേശൻ എന്താടി കുഴപ്പം? എനിക്ക് ഇഷ്ടമല്ല, അത്ര തന്നെ. നിനക്ക് പിന്നെ ആരെയാണ് ഇഷ്ടം? ആ ഓട്ടോറിക്ഷക്കാരനെയോ? അയാള് തന്നെ ഇതിലും ഭേദം. തല വെച്ച് പുന്നരിച്ചോ? എന്താ എന്താ ഇവിടെ ഒരു ബഹളം? ഇവക്ക് രമേശനെ ഇഷ്ടപ്പെട്ടില്ല. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വേണ്ട, തീർന്നില്ലേ കാര്യം? ഓഹോ, അപ്പൊ അച്ഛന്റെ മനസ്സിലിരിപ്പ് അതാണല്ലേ? എന്റെ മനസ്സിലിരിപ്പ് എന്താണെന്ന് നിനക്ക് മനസ്സിലാവില്ല. മനസ്സിലായി. ഇവൾ ആരോട് ഇറങ്ങിപ്പോയാലും വേണ്ടൂല. വലിയ ചോദിക്കില്ല കൊച്ചമ്പരാട്ടി അവന്റെ ഭാര്യയായി കാണണം. അച്ഛൻ അത്രയല്ല വേണ്ടു. എങ്കിലച്ഛൻ കണ്ടോ, എന്റെ പെങ്ങളുടെ കല്യാണം മുടക്കിട്ട് ഒരുത്തനും ഒരു കൊച്ചമ്പരാട്ടി എടുത്തതിന് താലി കെട്ടാൻ പോടില്ല. ആരുടെ കല്യാണം മുടക്കാനാ നീ പോണേ? ആ പാവം പെണ്ണിന്റെ.
അത് മുടക്കാൻ നിന്നെ ഞാൻ വെട്ടും. അവളുടെ തള്ള തന്ന 40,000 രൂപ കൊണ്ടാ ഈ മുല്ലത്തെ തറവാടിന്റെ മാനം ഞാൻ കാത്തത്. അല്ലാതെ കുറുപ്പ് മാഷിന്റെ മോൾക്ക് തറവാട്ട് വക സ്വത്തായിട്ട് എന്താ ഉള്ളതെന്ന് ചോദിച്ചാ പോത്തുപോലെ വളർന്ന് നിന്നെ കാണിച്ചാ മതിയോ? 2 കല്യാണം അന്തസ്സായിട്ട് നടത്തി തരണേന്ന് ഉള്ളുരുകി പ്രാർത്ഥിച്ചു നടക്കാം ഞാൻ. ഇതെന്റെ മോൾക്ക് ഇഷ്ടമല്ലെങ്കിൽ നാട്ടുകാരുടെ മുമ്പിൽ അച്ഛൻ ഒന്നുകൂടെ നാറാം. ഞാനാകെ കീഴ്മേൽ മറിഞ്ഞു നിൽക്ക. എല്ലാവരും അവനവന്റെ തന്നിഷ്ടത്തിനാണ് നടക്കണമെങ്കിൽ എന്റെ ശവം ഈ ഉത്തരത്തെ കാണാം. അമ്മേ, ഇതാ മുല്ലത്തെ കൃഷ്ണൻകുട്ടി വന്നിരിക്കണോ? ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഇങ്ങനെയൊന്നും ഞാനും പ്രതീക്ഷിച്ചില്ല. എന്ത് പറയാം. അമ്മയെ വിളിച്ച സ്ഥിതിക്ക് അമ്മയും കൂടെ വന്നോട്ടെ. അയ്യോ, എന്താ അവിടുത്തെ നിന്നളഞ്ഞ്? അകത്തേക്ക് ഇരിക്കാല്ലോ. ഓ വേണ്ടായേ, വലിയ കോയിക്കൽ തറവാട്ടിൽ കയറിയിരിക്കാനുള്ള യോഗ്യതയൊന്നും ഈ കൃഷ്ണൻകുട്ടിക്കില്ലേ? മനസ്സിലൊന്നും തോന്നരുത്. മനഃപൂർവ്വം അല്ലെന്നറിയാലോ. ജാതകപ്പൊരുത്തം. അക്കാര്യം പറയാനല്ല വന്നത്. വലിയ കോയിക്കൽ നിന്നും ദാനം തന്ന പണം തിരിച്ചേൽപ്പിക്കാനാ. ഇത് വാങ്ങണം. സത്യം പറഞ്ഞ ഈ പണം അമ്മുക്കുട്ടിക്ക് അർഹതപ്പെട്ടു തന്നെയാ. വേണ്ട, അവളെ എന്റെ പെങ്ങളാ. എനിക്കില്ലാത്തൊരു അർഹത അവക്കും വേണ്ട. ഇതാ, ഇല്ലെങ്കിൽ എനിക്കിതിവിടെ എറിഞ്ഞിട്ട് പോണ്ടി വരും. അങ്ങനെ നിർബന്ധമാണെങ്കിൽ ഇത് അറിയേണ്ടത് ഇവിടെയല്ല, മുല്ലേത്ത തറവാട്ടിൽ തന്നെയാ. അമ്മുക്കുട്ടിയുടെ മംഗല്യം ഉറപ്പിക്കാൻ കുറുപ്പ് മാഷ് വിഷമിക്കുന്ന കണ്ടപ്പോ മാധവൻകുട്ടിയായത് ഞങ്ങളെ ഏൽപ്പിച്ചത്. മാധവൻകുട്ടി പറഞ്ഞിട്ടാ ഞാൻ. മാധവൻകുട്ടി, ഞാനും മുല്ലത്തെ ബാലകൃഷ്ണ കുറുപ്പിന് മകൻ തന്നെയാ. ഞാൻ ജീവിച്ചിരിക്കുമ്പോ എന്റെ പെങ്ങളുടെ കല്യാണം നടത്താൻ ഒരുത്തന്റെ അവതാരം എനിക്ക് ആവശ്യമില്ല. അമ്മക്കുട്ടിക്ക് ഇഷ്ടമില്ലാത്ത വിവാഹം നടത്താൻ ഞാൻ സമ്മതിക്കില്ല. ഒരു കാരണവശാലും നാളെ രമേശനും കൂട്ടരും കല്യാണ മണ്ഡപത്തിൽ എത്താൻ പാടില്ല. എന്തായാലും എന്താ, തനിക്ക് സദ്യ ഉണ്ടാ പോരെ? എന്താടേ ഇത്? പേടിച്ചു പോയല്ലോ. മാധവൻകുട്ടി, റോഡിൽ അവന്മാരെ ഞങ്ങൾ തടഞ്ഞു. അവർ കാർ തിരിച്ചു വിട്ടു. പൊക്കാണിപ്പാടം വഴി പോകാനാണ് പ്ലാൻ തോന്നുന്നു. ആര്? മാധവൻകുട്ടി, എന്ത് ചെയ്യാൻ പോവാ? ഒന്ന് നിന്നേ, നിൽക്കാനാ പറഞ്ഞത്. മാധവൻകുട്ടി, അവിയലിന് പച്ചമുളകും കരിയപ്പിന്റെ ഇലയും കൂട്ടി അരച്ചോളൂ. ദേ, മാധവൻകുട്ടി വാക്കത്തെയും കൊണ്ട് ഓടുന്നു. ഭഗവതി, മാധവൻകുട്ടി, നിൽക്കാനാ പറഞ്ഞത്. നിന്നോട് പറഞ്ഞത് അവിടെ നിൽക്കാൻ. വേണ്ട, വേണ്ട മാധവൻകുട്ടി, ദൈവത്തെ ഓർത്ത് നിൽക്കാൻ. എന്റെ പെങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഒരുത്തൻ അവളുടെ കഴുത്തിൽ താലി കെട്ടാൻ ഞാൻ സമ്മതിക്കില്ല. ഒരടി നീ മുന്നോട്ട് വെച്ചാൽ നിന്റെ തലയിൽ പാടത്ത് കിടന്ന് ഉരുളും. മുല്ലത്തെ മാധവൻകുട്ടിയാ പറയുന്നത്. തിരിച്ചു വയ്ക്കോ? വേണ്ട മാധവൻകുട്ടി, വേണ്ട വേണ്ട വേണ്ട, ഞാൻ പറയുന്നത് ഞാൻ നിങ്ങളുടെ ഓഫീസിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അന്ന് നിങ്ങൾ ലീവാണെന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ നിങ്ങളുടെ സൂപ്രണ്ടിനെ കണ്ടു, അത് കൊടുത്തു. അല്ല, ഈ പച്ച ആനക്കൊമ്പ് എന്തിനാ? പച്ച ആനക്കൊമ്പ കൊണ്ടുപോയി വെക്കടോ. മാഷേ, മാഷേ, മാധവൻകുട്ടി കൃഷ്ണൻകുട്ടി പാർത്തിരുന്ന് അടി കൊടുന്നു. വെട്ടി ചാവൂന്നാ തോന്നണേ. ഇന്റെ അള്ളാ,